CPI പാർട്ടി കോൺഗ്രസ് ചർച്ചയിൽ ദേശീയ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. കനയ്യകുമാറിനെ പോലെ യുവനേതാക്കൾ പാർട്ടി വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ദേശീയ പദവി നഷ്ടമായത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്ന വിമർശനമുയർന്നു. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24-നോട് പറഞ്ഞു. പൊതുവിൽ എല്ലാ ഇടതുപക്ഷ പാർട്ടികൾക്കും ഉണ്ടായിട്ടുള്ളൊരു ശക്തിക്ഷയമുണ്ട്. പൊതുവിൽ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ലോക സാഹചര്യങ്ങൾ, ഇന്ത്യൻ സാഹചര്യങ്ങൾ, അങ്ങനെ അടക്കമുള്ള പലതും. അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ദൗർബല്യം ഉണ്ടായിട്ടുണ്ട്. അത് പട്ടിണ്ട കോൺഗ്രസിലെ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ദൗർബല്യമല്ല. ചർച്ച ഉണ്ടാകുമല്ലോ. ചർച്ചയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ചർച്ച ഉണ്ടാകും. ആ ചർച്ചയ്ക്കെല്ലാം ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റക്കെട്ടായിട്ട് പോകാനുള്ള ആന്തരികമായ കരുത്തുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇത് സ്വാഭാവികമായും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോഴും ആത്മവിമർശനം അല്ലെങ്കിൽ സ്വയം വിമർശനം എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതിൽ ഏറ്റവും പ്രധാനം യുവാക്കളെയും സ്ത്രീകളെയും ആകർഷിക്കുന്നതിൽ, കൂടുതൽ പേരെ ചേർക്കുന്നതിലൊക്കെ തന്നെ വീഴ്ചയുണ്ടായി. അതോടൊപ്പം തന്നെ വളരെ ചടുലതയുള്ള അല്ലെങ്കിൽ ഊർജ്ജസ്വലരായ യുവാക്കളെ പാർട്ടിയിൽ നിന്ന് പോകുന്നതിൽ നിന്ന്, അതിൽ നിന്ന് അവരെ പിടിച്ചു നിർത്തുന്നതിൽ ശ്രദ്ധിച്ചില്ല, അതിൽ കാര്യമായ വീഴ്ചയുണ്ടായി എന്നുള്ളൊരു വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. നേരത്തെ CPIയുടെ രാഷ്ട്രീയ പ്രമേയത്തിന്റെ ചർച്ചയിൽ കേരളം അടക്കമുള്ള ഘടകങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു നേതൃത്വത്തിന് എതിരെ. അത് ഇന്ത്യ സഖ്യത്തിൽ നിന്നുകൊണ്ട് എന്ത് സംഭാവന നൽകാൻ പാർട്ടിക്ക് കഴിഞ്ഞു തുടങ്ങിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് നടന്ന സംഘടനാ റിപ്പോർട്ടിന്റെ ചർച്ചയിലും കേരളം കടുത്ത വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതിലാണ് ഇത്തരത്തിൽ ഒരു പ്രയോഗവും ഉപയോഗിച്ചിരിക്കുന്നത്. കനയ്യകുമാറിനെ പോലുള്ള നേതാക്കളെ പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അത് നേതൃത്വത്തിന് സംഭവിച്ച പാളിച്ചയാണ്. പാർട്ടിക്ക് താഴെത്തട്ടിൽ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ചിഹ്നമില്ലാതെ മത്സരിക്കേണ്ട സാഹചര്യമുണ്ടായി. ചിഹ്നം നൽകാൻ ആ നടപടികൾ വൈകിയതിനെ തുടർന്ന് ചിഹ്നമില്ലാതെ മത്സരിക്കേണ്ട സാഹചര്യമുണ്ടായി തുടങ്ങിയ വിമർശനങ്ങൾ ഈ ചർച്ചയ്ക്കിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വിമർശനങ്ങൾ സ്വാഭാവികമാണ് എന്ന് ബിനോയ് വിശ്വം പറയുമ്പോഴും നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് നിലവിലെ ജനറൽ സെക്രട്ടറി D രാജ ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിൽ കേരള ഘടകം ത്തിന് അതൃപ്തിയുണ്ട് എന്നും ഉള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് ഇത്തരത്തിലൊരു വിമർശനം ഈ ചർച്ചയിൽ, പൊതുചർച്ചയിലും കേരളം ഉന്നയിച്ചത് എന്നുള്ളതും പ്രസക്തമാണ്. ദേശീയ പാർട്ടി കഴിഞ്ഞ 3 വർഷത്തിനിടെ, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം ദേശീയ പദവി നഷ്ടമായി. അതും നേതൃത്വത്തിന്റെ പിടിപ്പുകേട് അവിടെയുണ്ട് എന്നുള്ള താണ് ചർച്ചയിൽ കേരളത്തിൽ നിന്നും സംസാരിച്ച അംഗം ചൂണ്ടിക്കാണിച്ചത്. ഇത്തരത്തിലുള്ള കടുത്ത വിമർശനങ്ങൾ പാർട്ടി കോൺഗ്രസിലെ പൊതുചർച്ചയിൽ ഉയർന്നു വരുന്നു. എന്നാൽ ഇത് സ്വാഭാവികമായ ഒരു വിമർശനമാണ് എന്നും ഈ വിമർശനമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. അതേസമയം ഈ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഐകകണ്ഠമായ ഒരു തീരുമാനമാവും പാർട്ടി കൈക്കൊള്ളുക എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. നേരത്തെ ജനറൽ സെക്രട്ടറി D രാജ തുടരുമോ എന്നുള്ള ചോദ്യം അത് ഈ ഒരു പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ഉയർന്നു കേട്ടിരുന്നു. ഈ വിഷയത്തിലുള്ള അനൗപചാരികമായ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ഈ രേഖകളിലുള്ള ചർച്ചകൾ, പൊതുചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം കമ്മീഷനുകൾ ആണ് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ദേശീയ കൗൺസിൽ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ആ ഒരു കൗൺസിൽ യോഗത്തിലായിരിക്കും ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുക. അതിനു മുമ്പായി നേതാക്കൾ തമ്മിൽ ഇത്തരത്തിൽ ചർച്ചകളിലൂടെ ഒരു സമവായത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. സ്മിത, റീജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ചണ്ഡീഗഡിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ജനറൽ സെക്രട്ടറി ആരാകും, D രാജ തുടരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രായപരിധിയിൽ ഇളവ് നൽകേണ്ടതില്ല എന്ന നിലപാട് കേരളമടക്കമുള്ള ഘടകങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പാർട്ടി കോൺഗ്രസിലെ ശ്രദ്ധേയമായി എല്ലാവരും ഉറ്റുനോക്കുന്ന D രാജ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്നുള്ളതാണ്. ബൽറാം നെടുങ്ങാടി അതിന്റെ വിശദാംശങ്ങൾ ചണ്ഡീഗഡിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.